അതുകൊണ്ട് സമാധാനം എന്നതൊരു ബിസിനസ് മോഡലായി ലോകത്ത് പെർഫെക്റ്റ് ചെയ്തെടുത്തതിൻ്റെ പേറ്റൻസി റൈറ്റ് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന് അവകാശപ്പെട്ടതാവും. അവർ രണ്ടും പുടിനും ട്രംപും ചേർന്ന് സെലൻസ്കിയെ ചതിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. മറ്റ് മാർഗങ്ങളില്ല. അവിടെ ഒരു ബിസിനസ് ട്രംപ് കണ്ടു. ആ $100 ബില്യൺ എങ്ങനെ ചെലവഴിക്കും എന്നത് കൃത്യമായി ട്രംപിൻ്റെ പ്ലാനാണ്. അമേരിക്കൻ കമ്പനികൾ അവിടെ വരും, ഉക്രൈൻ അമേരിക്കൻ കമ്പനികൾ വരും, അവർ നിർമ്മാണം നടത്തും. അതിൽ നിന്നുള്ള ലാഭത്തിൻ്റെ 50% അമേരിക്ക കൊണ്ടുപോകും. ചൈനയുമായി അമേരിക്ക ബന്ധം ഇടയ്ക്ക് മാറി മറിഞ്ഞും വരുന്നു. അതിൻ്റെ പ്രധാന കാരണം ചൈന ഹാസ് ദി കാർഡ്സ് ടു പ്ലേ. എന്താണ് ആ കാർഡ്സ്? റെയർ എർത്ത്. റഷ്യയും അമേരിക്കയും ജയറാമും മാമുക്കയുമാണ് ഈ കളിയിൽ. ഒരുമിച്ച് നിൽക്കുകയാണ്. പിന്നെ ആർക്ക് എതിർക്കാൻ സാധിക്കും? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിപൊടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലേക്കും സ്ഥാനാർത്ഥികളിലേക്കും പോകുന്നു. പക്ഷേ ഇതിനിടയിൽ അന്താരാഷ്ട്ര രംഗത്ത് വലിയ ചില സംഭവങ്ങൾ നടക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്തുവാനായി അമേരിക്ക ഫോർമുല മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇത് യുക്രൈൻ അംഗീകരിക്കണം. 27 എന്ന തീയതിക്കുള്ളിൽ, അതായത് 2 ദിവസത്തിനുള്ളിൽ ഇത് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിണാമം വളരെ മോശമായിരിക്കും. അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും യുക്രൈൻ എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച ഫോർമുല അംഗീകരിച്ചേ മതിയാവൂ യുക്രൈൻ എന്ന് വ്ളാഡിമിർ പുടിനും റഷ്യൻ പ്രസിഡൻറ്റും പറഞ്ഞിരിക്കുകയാണ്. ഇത് എന്തിൻ്റെ സൂചനയാണ്? ഇത്തരത്തിൽ ആണോ ഒരു യുദ്ധം അവസാനിപ്പിക്കേണ്ടത്? ഒരാളെ അടിച്ച് ഏൽപ്പിക്കുകയാണോ ഉപാധികൾ എന്നുള്ള ഒരു വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒട്ടേറെ മറ്റ് ചില സ്പർദ്ധകളും ഏറ്റുമുട്ടലുകളും ലോകത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് തൊട്ടടുത്ത് അഫ്ഗാനിസ്ഥാന് മേൽ പാകിസ്ഥാൻ്റെ ആക്രമണം നടക്കുന്നു, സിവിലിയന്മാർ കൊല്ലപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പരിശോധിക്കാം നമുക്ക്. ആക്രമണങ്ങൾ നടക്കുന്നു, ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നത് ഒരു ബിസിനസ്സാക്കി മാറ്റുവാൻ അമേരിക്ക തുടക്കം കുറിച്ചിരിക്കുകയാണോ? നമ്മോടൊപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മളെല്ലാവരും കഴിഞ്ഞ കുറേ നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ന് അവസാനിക്കും റഷ്യ യുക്രൈൻ യുദ്ധം, എന്ന് അവസാനിക്കും ഈ ഏറ്റുമുട്ടൽ? കാരണം ഗ്ലോബൽ ട്രേഡിനെ തന്നെ അത് വളരെ ദോഷകരമായി ബാധിച്ചു. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഈ യുദ്ധം അവസാനിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ഉടമ്പടി തയ്യാറാക്കുന്നത് അമേരിക്കയാണ്. ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല അവർ, അതായത് പ്രത്യക്ഷത്തിലുണ്ടായിരുന്നില്ല, പിന്നിൽ നിന്നും സഹായിച്ചിരുന്നു ഉക്രൈനെ. എങ്കിലും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അവർ ഒരുമ്പിട്ടിറങ്ങിയതുപോലെ കുറേയേറെ ഉപാധികൾ മുന്നോട്ട് വെച്ചു. അത് പക്ഷേ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. എങ്ങനെയാണ് അങ്ങ് ഈ പീസ് പാക്റ്റിനെ കാണുന്നത്? സമാധാന പ്രക്രിയ എന്ന് പറയുന്നത് ഒരു ബിസിനസ് പ്രക്രിയ കൂടിയാണ് എന്ന് വേദനയോടുകൂടി ലോകം മനസ്സിലാക്കുന്നു. ബിസിനസ്സാണ്, ഇതൊരു ബിസിനസ്സാണ്. ഫോർ അമേരിക്ക, അറ്റ്ലീസ്റ്റ് ഫോർ ട്രംപ്, എവ്രി ട്രാൻസാക്ഷൻ ഈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഇതിൽ മൂല്യങ്ങളില്ല, വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് ലാഭം? അതുകൊണ്ട് സമാധാനം എന്നതൊരു ബിസിനസ് മോഡലായി ലോകത്ത് പെർഫെക്റ്റ് ചെയ്തെടുത്തതിൻ്റെ പേറ്റൻസി റൈറ്റ് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന് അവകാശപ്പെട്ടതാവും. നോക്കൂ, ലോകത്ത് വിവിധ ഇടങ്ങളിൽ കോൺഫ്ലിക്റ്റ് അപ്പോൾ പെട്ടെന്ന് അമേരിക്ക അവതരിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻസ് അല്ല, മറിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് അവതരിക്കുന്നത്. തങ്ങൾ തയ്യാർ, ഇടനില നിൽക്കാൻ തയ്യാർ. ഇപ്പോൾ റോഡ് അപകടമൊക്കെ വരുമ്പോൾ ചില ആളുകൾ, കവലയിൽ വെറുതെ നിൽക്കുന്ന ചില ആളുകൾ 1-2 പാർട്ടികളെ സമാധാനിപ്പിച്ച് ഒരു സെറ്റിൽ ചെയ്ത് പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കുക എന്ന മലയാളം പദമുണ്ടല്ലോ, അത് പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കുക. ഇതാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത്. അത് ചെയ്യാനുള്ള ലൈസൻസ് അമേരിക്കയ്ക്ക് ആരും കൊടുത്തതല്ല, അത് വാങ്ങിയെടുത്തതാണ്. കയറി വാങ്ങുകയാണ്, മറ്റാരുമില്ലല്ലോ. അപ്പോൾ രംഗത്ത് മറ്റെല്ലാവരും മടിച്ചു നിൽക്കുകയാണ്. സമാധാനം വേണമെന്നൊക്കെ ഇന്ത്യ ഉൾപ്പെടെ പറയുമ്പോഴും പൂച്ചക്കാര് മണി കെട്ടാൻ തയ്യാറായ മണികണ്ഠൻ വന്നിരിക്കുകയാണ്, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ രൂപത്തിൽ. അതുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ സംഘർഷം, അവിടെ അമേരിക്ക വാസ് എ പാർട്ടി ടു കോൺഫ്ലിക്റ്റ്. അമേരിക്ക നിഷ്പക്ഷ രാജ്യമല്ല. ഉക്രൈനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡൻ കൂടി സഹായിച്ചാണല്ലോ ഉക്രൈനെ റഷ്യക്കെതിരെ നിർത്തിയത്. യൂറോപ്യൻ യൂണിയൻ്റെ സഹായം, നെറ്റോയിൽ
ഉക്രൈൻ ചേരാൻ പോകുന്നു എന്ന ഒരു ചിന്ത വന്നപ്പോഴാണ്, അല്ലെങ്കിൽ സെലൻസ്കി ആ രീതിയിൽ ഒരു പൊസിഷനിങ് നടത്തിയപ്പോഴാണ് വ്ളാഡിമിർ പുടിൻ പ്രകോപിതനായതും സൈന്യങ്ങളെ ഉക്രൈന് നേരെ അയച്ചതും. അവിടെ നമ്പർ 1 പ്രതി അല്ലെങ്കിൽ തുടങ്ങി വെച്ച ഈ ഒരു ജഗർനോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയത് ഉക്രൈനിൽ നിന്നാണ്, കിയേവിൽ നിന്നാണ്. സാക്ഷാൽ വൊലോദിമിർ സെലൻസ്കി തന്നെയാണ് അവിടെ ഒന്നാം പ്രതി. രണ്ടാം പ്രതി മുഖ്യപ്രതിയാണ്, അത് വ്ളാഡിമിർ പുടിനാണ്. പുടിൻ്റെ സൈന്യങ്ങളാണല്ലോ ഉക്രൈനിൽ ഇറച്ചു കയറിയത്. പക്ഷെ പ്രേരക ശക്തി സാത്താൻ്റെ രൂപത്തിൽ, പിശാചിൻ്റെ രൂപത്തിൽ, ഡെവിളിൻ്റെ രൂപത്തിൽ വന്ന പ്രലോഭനം നടത്തി ഉക്രൈനെ പ്രലോഭിപ്പിച്ച ശക്തി അമേരിക്ക തന്നെയല്ലേ? മുൻ ഭരണകൂടം ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ വരുമ്പോൾ നാലാം പ്രതി തീർച്ചയായും, മൂന്നാം പ്രതി തീർച്ചയായും അമേരിക്കയായി വരും. ഇങ്ങനെയൊക്കെ ഇരിക്കെ പെട്ടെന്ന് ട്രംപ് പറയുകയാണ് തൻ്റെ മുൻഗാമിയാണ് പ്രതി, താനിതാ നിഷ്പക്ഷനാണ്, താൻ സമാധാനം കൊണ്ടുവരാൻ പോകുന്നു, ചുമതലയേറ്റാൽ 24 മണിക്കൂറിനുള്ളിൽ, 24 മണിക്കൂറോ കഴിഞ്ഞു, ചുമതല ഏറ്റിട്ട് 1 വർഷമാകാൻ പോകുന്നു. പക്ഷേ തൻ്റെ പൊൻതൂവൽ, കിരീടത്തിൽ ഏറെ പൊൻതൂവലുകൾക്കുള്ള സ്ഥലം ബാക്കിയാണ് എന്ന് ട്രംപ് സ്വയം വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതാ അവസരം ലഭിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതാ താൻ 28 ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നു. അത് താൻ വെച്ചത് എന്ന് പറയുമ്പോഴും തൻ്റെ ഏറ്റവും വിശ്വസ്തനായ മരുമകൻ ജാറഡ് കുഷ്ണർ അദ്ദേഹത്തെ ചുമതലയേൽപ്പിക്കുന്നു. അതുമാത്രമല്ല, ഏറ്റവും വിശ്വസ്തന്മാരിൽ വിശ്വസ്തനായ പശ്ചിമേഷ്യ കറസ്പോണ്ടൻറ്റ് അല്ലെങ്കിൽ പശ്ചിമേഷ്യ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അദ്ദേഹം റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ വിശ്വസ്തനായ സന്തത സഹചാരി കിറിൽ ഡിമിട്രിയേവും, ഈ രണ്ടുപേരും ചേർന്ന് ഒരു നക്കൽ തയ്യാറാക്കുകയാണ്. അത് റഷ്യൻ ഭാഷയിൽ തയ്യാറാക്കിയ നക്കലിൻ്റെ ചോർത്തപ്പെട്ട ഇംഗ്ലീഷ് പരിഭാഷയാണ് 28 പോയിൻ്റായി വന്നത്. ഇത് മനഃപൂർവ്വമായി ചോർത്തിയതാണോ, ചോർത്തപ്പെട്ടതാണോ, ഗൂഢ ഉദ്ദേശത്തിൽ നിർബന്ധമായി ചോർത്തിയതാണോ, ഇതിനെക്കുറിച്ച് കൃത്യമായി അറിവില്ല. പക്ഷേ 28 പോയിന്റിൽ ടെറിട്ടോറിയൽ ട്രാൻസ്ഫറാണ് മുഖ്യ വിഷയം. അതെ, ഉക്രൈൻ്റെ കിഴക്ക് ഭാഗത്തുള്ള റഷ്യ പിടിച്ചടക്കിയ, ഏതാണ്ട് പൂർണ്ണമായി പിടിച്ചടക്കിയ ഡോൺബാസ് മേഖല, അവിടെ 2 പ്രവിശ്യകളാണുള്ളത്, ലുഹാൻസ് പ്രവിശ്യ, അതുപോലെ രണ്ട് ലുഹാൻസും ഡൊണസ്ക് പ്രവിശ്യ. ഈ 2 പ്രവിശ്യകളുടെയും 80% റഷ്യയുടെ ഡിഫാക്റ്റോ അധീനതയിലാണ് ഇപ്പോൾ, കൈയടക്കി കഴിഞ്ഞു. എന്നാൽ 20% ഇപ്പോഴും ഉക്രൈൻ്റെ കൈവശമാണ്. ആ 20% കൂടെ ചേർത്ത് 100% ഡോൺബാസ് മേഖല റഷ്യയുടെ ഭാഗമായി ഔപചാരികമായി ഉക്രൈൻ അംഗീകരിക്കണം എന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഭാഗികമായി പിടിച്ചെടുത്ത 2 പ്രവിശ്യകൾ, ഖേഴ്സൺ പ്രവിശ്യയും സപ്രോഷ്യ, ആണവ നിലയമൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്രവിശ്യയാണ് സപ്രോഷ്യ, ഈ പ്രവിശ്യയും, അത് ഏതാണ്ട് റഷ്യ കൈയടക്കിയ ഭാഗം റഷ്യക്ക് അവകാശപ്പെട്ടത്. അതോടൊപ്പം 2014 കൈയടക്കിയ ക്രൈമിയ പെനിൻസുല, അതായത് ഈ കരിങ്കടലിലേക്കുള്ള റഷ്യയുടെ ഒരു വലിയ വാതായനമാണ് ഈ പറയുന്ന മേഖല, തന്ത്രപ്രധാനമായ മേഖല. റഷ്യ ഈസ് സീക്കിംഗ് വാം വാട്ടർ ആക്സസ്. കാരണം റഷ്യയുടെ കടലുകൾ വടക്കാണ്, നോർത്ത് സീ ആണ്, ആർട്ടിക് ഓഷ്യനാണ്. അവിടെ മഞ്ഞുറഞ്ഞ് കിടക്കുമ്പോൾ ഗതാഗതത്തിന് പറ്റിയ കപ്പൽ മേഖലകൾ ഉണ്ടാവണം. അത് കുറച്ചുകൂടി ബെറ്റർ നാവിഗബിൾ ആണ് ബ്ലാക്ക് സീ. അതുകൊണ്ട് അസോവ് കടല്, ബ്ലാക്ക് സീ, ഇതെല്ലാം ചേർന്ന ഭാഗമാണ്. അതുകൊണ്ട് ലാൻഡ് ബ്രിഡ്ജ് അവിടെ രൂപപ്പെടുകയാണ്. അത് വടക്ക് നിന്ന് ഡോൺബാസ് മേഖലയിലെ ഈ 2 പ്രവിശ്യകൾ കടന്ന് സപ്രോഷ്യയിലേക്കും ഖേഴ്സണിലേക്കും വന്നുകൊണ്ട് അവിടുന്ന് ലാൻഡിലൂടെ തന്നെ, കടലിലൂടെയല്ല ലാൻഡിലൂടെ തന്നെ ഇവിടെ ക്രൈമിയയിലേക്ക് കടക്കാവുന്ന രീതിയിൽ റഷ്യ ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുകയാണ്. ഇതിന് അമേരിക്ക കൂട്ടു നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവർ രണ്ടും, പുടിനും ട്രംപും ചേർന്ന് സെലൻസ്കിയെ ചതിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. മറ്റ് മാർഗങ്ങളില്ല. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്, കല്ല് പിളർക്കുന്ന ശാസനം കൊടുത്തിരിക്കുകയാണ്. 27-ാം തീയതി, നവംബർ മാസം 27, 2025 വർഷം, അതൊരു വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ അന്ന് ഞാൻ മുന്നോട്ട് വെച്ച 28 ഇന സമാധാന ഫോർമുല അംഗീകരിക്കണം. ഇതിൻ്റെ ഗൺ പോയിന്റിൽ അംഗീകരിക്കുക എന്നല്ലേ പറയുക, അണ്ടർ ഡ്യൂറസ്. ഇത് മാത്രമല്ല, അതിനോടൊപ്പം പറയുന്നു നിങ്ങളുടെ സൈന്യങ്ങൾ കുറച്ച് കൊണ്ടുവരണം. 6 ലക്ഷം സൈനികരായി ഇപ്പോൾ 9 ലക്ഷത്തോളമുണ്ട്, 6 ലക്ഷമായി നിജപ്പെടുത്തണം. അത് മാത്രമല്ല, നിങ്ങൾ റഷ്യ ആക്രമിക്കാൻ പാടില്ല. റഷ്യക്കും ചില ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട്, ഇവരാരും ആക്രമിക്കില്ല, നെയ്റ്റോ അങ്ങോട്ട് ആക്രമിക്കില്ല, നെയ്റ്റോയിൽ അംഗത്വം എടുക്കാൻ ഉക്രൈനെ സമ്മതിക്കില്ല, ഉക്രൈൻ ആവശ്യപ്പെട്ടാൽ സമ്മതിക്കില്ല, വേണമെങ്കിൽ EUവിൽ, യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം ആകാം. അതുമാത്രമല്ല,
ഒരു ഇക്കണോമിക് പാക്കേജ് കൂടിയുണ്ട്. റഷ്യയുടെ ആസ്തികളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ് അമേരിക്കയിൽ, ഒരുപാട് ആസ്തികൾ. അതെല്ലാം കൂടെ ലിബറേറ്റ് ചെയ്യുകയാണ്, റിലീസ് ചെയ്യുകയാണ്. അങ്ങനെ റിലീസ് ചെയ്യുന്ന, അൺഫ്രീസ് ചെയ്യുന്ന റഷ്യൻ അസറ്റ്സ്, അതിൽ $100 billion will be spent for the reconstruction of war-torn Ukraine. ഉക്രൈൻ്റെ പുനരുദ്ധാനത്തിന് വേണ്ടി അവിടെ ഒരു ബിസിനസ് ട്രംപ് കണ്ടു. ആ $100 billion എങ്ങനെ ചെലവഴിക്കും എന്നത് കൃത്യമായി ട്രംപിൻ്റെ പ്ലാനാണ്. അമേരിക്കൻ കമ്പനികൾ അവിടെ വരും, ഉക്രൈൻ അമേരിക്കൻ കമ്പനികൾ വരും, അവർ നിർമ്മാണം നടത്തും. അതിൽ നിന്നുള്ള ലാഭത്തിൻ്റെ 50% അമേരിക്ക കൊണ്ടുപോകും. നേരത്തെ തന്നെ ലാഭം ഉക്രൈനുമായി കച്ചവടമൊക്കെ നടത്തിയതാണ്. മിനറൽസ്, മെറ്റൽസ് കച്ചവടം. അപ്പം ട്രംപ് സെലസ്കിയോട് കൂടിക്കാഴ്ച ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തരാനുണ്ടോ? ആകെ ഉള്ളത് കുചേലൻ ശ്രീകൃഷ്ണൻ അവൽ കൊടുത്തതുപോലെ ഉക്രൈൻ്റെ കൈവശമുള്ളത് വെറും അവലല്ല, നല്ല നല്ല ധാതു ലവണങ്ങളാണ്, റെയർ എർത്ത്. അപ്പം റെയർ എർത്തിലാണ് അമേരിക്കയുടെ കണ്ണ്. ഉക്രൈൻ്റെ കിഴക്കൻ പ്രദേശം, ഡൊണസ്ക് മേഖല റഷ്യയിലെത്തിക്കഴിഞ്ഞാൽ അവിടെയുണ്ട് നല്ല തോതിൽ ധാതുക്കൾ. റഷ്യയുമായി അമേരിക്ക കച്ചവടം ചെയ്യാവുന്ന ഒരു നിലയിലാണ്. ചൈനയുമായി അമേരിക്ക ബന്ധം ഇടയ്ക്ക് മാറി മറിഞ്ഞും വരുന്നു. അതിൻ്റെ പ്രധാന കാരണം ചൈന ഹാസ് ദി കാർഡ്സ് ടു പ്ലേ. എന്താണ് ആ കാർഡ്സ്? റെയർ എർത്ത്, വളരെ അപൂർവമായ ധാതുക്കൾ, അതിൻ്റെ കച്ചവടം. അവിടെയാണ് കച്ചവടക്കണ്ണ്. സുഡാനിലാണെങ്കിലും കച്ചവടക്കണ്ണുകളാണ്. സുഡാനിലെ നോർത്തും സൗത്തും സുഡാൻ തമ്മിൽ പ്രശ്നം, അതല്ലേ ഡാർഫർ മേഖലയിൽ പ്രശ്നം. ഇതെല്ലാം തന്നെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതിൻ്റെ പിന്നിൽ ധാതുക്കളാണ്. പാകിസ്ഥാൻ നോക്കൂ, പാകിസ്ഥാൻ പ്രശ്നമുണ്ട്. പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ മേഖല ധാതു സമ്പന്നമാണ്. ആ ധാതുക്കൾ അതൊരു പാക്കറ്റിലാക്കി അസീം മുനീർ കൊണ്ടുപോവുകയാണ്, പെട്ടിയിലാക്കി കൊണ്ടുപോവുകയാണ്. ട്രംപിന് തിരുമുൽക്കാഴ്ച നൽകാൻ തങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട്. വി ഓൾസോ ഹാവ് ദ കാർഡ്സ് ടു പ്ലേ വിത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് വരാം, വേണമെങ്കിൽ ഒരു പോർട്ട് ഞങ്ങൾ പുതിയതായി ഉണ്ടാക്കി തരാം, പസ്നി എന്ന ഒരു പോർട്ട്. അതായത് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്ന ഇറാൻ്റെ തെക്കുള്ള ചബഹാർ പോർട്ടിനും ചൈന കൺട്രോൾ ചെയ്യുന്ന ഗദ്ദാർ, പാകിസ്ഥാനിലെ ഗദ്ദാർ തുറമുഖത്തിനും മധ്യേ ഒരു തുറമുഖം അമേരിക്കൻ കപ്പലുകൾക്ക് അടുക്കാൻ, വേണമെങ്കിൽ ധാതുക്കൾ കൊണ്ടുപോകാൻ, വേണമെങ്കിൽ മിലിറ്ററി സാന്നിധ്യത്തിന് വേണ്ടി തരാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അമേരിക്കയ്ക്ക് ഏത് രാജ്യത്തെ കോൺഫ്ലിക്റ്റ്, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കോൺഫ്ലിക്റ്റ് നടക്കുന്നു, അവിടെയും പരിഹാരത്തിന് ഒരുപക്ഷെ ഓടിയെത്താൻ സാധ്യത അമേരിക്ക തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിൽ കണ്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം എയർപോർട്ട് ഇങ്ങ് തരൂ എന്നാണ് പറഞ്ഞത്. തങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. പണ്ട് സോവിയറ്റ് അധിനിവേശം കഴിഞ്ഞ് അവരെ പുറത്താക്കിയതിന് ശേഷം തങ്ങൾ ഡെവലപ്പ് ചെയ്തതാണ്. ഇങ്ങ് തരൂ, ഞങ്ങൾ എടുത്തോളാവുന്നതാണ്. അഫ്ഗാനിസ്ഥാൻ്റെ മധ്യത്തിൽ കിടക്കുന്ന ഒരു സ്വതന്ത്ര പരമാധികാര അഫ്ഗാനിസ്ഥാൻ്റെ മധ്യത്തിൽ കിടക്കുന്ന ആ എയർപോർട്ട് ഞങ്ങളിങ്ങ് എടുക്കുകയാണെന്ന് പറയുക. അപ്പോൾ എവിടെയും ഏതും ഗ്രീൻലാൻഡ് എടുക്കാനൊന്ന് നോക്കി, ഇല്ലേ, ഡെൻമാർക്കിൻ്റെ അധീനതയിൽ കാനഡ പോലും എടുക്കാൻ നോക്കി, ഇല്ലേ, പാനമ എടുക്കാൻ നോക്കി. എടുത്താൽ പൊങ്ങാത്ത ഭാരങ്ങളാണ് ഇപ്പോൾ ട്രംപ് എടുക്കാൻ നോക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഇംപ്ലിക്കേഷൻ എന്തായിരിക്കും, ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം റഷ്യയും US-ഉം ഈ ഒരു വിഷയത്തിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി കൈകോർത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയോ ഡീൽസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കരുത്തരായ രണ്ട് രാജ്യം ഒരുമിച്ച് നിൽക്കുന്നു. ഓക്കെ, നമുക്ക് താല്പര്യമുള്ള രാജ്യമാണ് റഷ്യ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എങ്കിലും നമ്മൾ നിഷ്പക്ഷമായി പരിശോധിക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി, ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെടുന്നു. അതിൽ ഒരാളെ എല്ലാം അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് വരുന്നത്. രണ്ട് കരുത്തർ ഒരുമിച്ച് നിന്ന് ഒരാളെ സ്വന്തം അധീനതയിലേക്ക് വലിച്ചിടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് എന്തായിരിക്കും ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്നാണ് അങ്ങ് കരുതുന്നത്? സിനിമ ഏതെന്ന് ഓർമ്മയില്ല, പക്ഷേ നായകൻ ജയറാമാണ്. ഒരു കഥാപാത്രം മാമുക്കോയുടെ രൂപത്തിൽ വരികയാണ്. മാമുക്കോയ് വലിയ ചട്ടമ്പിയാണ്, അടിച്ചു നിരത്തുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നാൽ ജയറാം, ശുദ്ധമനസ്കനായ ജയറാം ശക്തനാണ്, മാമുക്കോയെ വകവെക്കുന്നില്ല. അപ്പോൾ ജയറാമിൻ്റെ കൈപിടിച്ച് മാമുക്കോയെ പറയുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുക, ഏതവനാട് അടിക്കാൻ വരാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും അടുക്കുമോ? റഷ്യയും അമേരിക്കയും ജയറാമും മാമുക്കോയുമാണ് ഈ കളിയിൽ. ഒരുമിച്ച് നിൽക്കുകയാണ്, പിന്നെ ആർക്ക് എതിർക്കാൻ സാധിക്കും? പരസ്പരം എതിർക്കേണ്ടവരാണ് റഷ്യയും അമേരിക്കയും. ആ സുരക്ഷയാണ് ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ അനുഭവിക്കേണ്ടതും ഉക്രൈൻ ഉൾപ്പെടെ അനുഭവിക്കേണ്ടതും. പക്ഷേ അവിടെ ഒരു ബാലൻസ് ഓഫ് പവർ അവിടെ ഇല്ല, ഒരു പാരിറ്റി ഇല്ല. ഇങ്ങനെ വരുമ്പോൾ ഇതിനർത്ഥം എന്താ? റഷ്യയും അമേരിക്കയും ചേർന്ന് വരച്ച വരയിൽ ഉക്രൈനെ കൊണ്ടുവന്ന് ടെറിട്ടോറിയൽ ട്രാൻസ്ഫർ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു ടെറിട്ടോറിയൽ ട്രാൻസ്ഫർ ഉണ്ടായിട്ടില്ല. രാജ്യം വിഘടിച്ചിട്ടുണ്ട്, ഇല്ലേ? ഇന്തോനേഷ്യയിൽ നിന്ന് വിഘടിച്ചു പോയ രാജ്യമുണ്ട്, തൈമൂർ, ഈസ്റ്റ് തൈമൂർ.
അതുപോലെ സുഡാൻ രണ്ടായിട്ട് വിരിച്ചുപോയി. ചെക്ക് സ്ലോവാക്ക് റിപ്പബ്ലിക്കായിട്ട് മാറി. യൂഗസ്ലാവിയ 5 മാറി. ബോസ്നിയ, സെർബിയ, പിന്നെ ഹെർസഗോവിന, ഇങ്ങനെ അഞ്ചായിട്ട് മാറി. പിന്നെ രാജ്യങ്ങൾ ചെതറി. സോവിയറ്റ് യൂണിയൻ തന്നെ ചെതറി, ഇല്ലേ? 15 ചെതറി. പക്ഷേ ടെറിറ്റോറിയൽ ട്രാൻസ്ഫർ, ഒരു രാജ്യത്തിൻ്റെ ഭൂമി മറ്റൊരു രാജ്യത്തിന് എഴുതി കൊടുക്കാൻ ഇതുവരെ ഒരു കരാറും ഉണ്ടായിട്ടില്ല. ഇതം പ്രഥമമായിട്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. പണ്ടുണ്ടായിട്ടുണ്ട്, 18-19 നൂറ്റാണ്ടിൽ പാർട്ടീഷനും പോളണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭൂമി കൈമാറിയിട്ടുണ്ട്. ഇത് പുതിയൊരു തുടക്കമാണോ? അങ്ങനെയെങ്കിൽ അതിനർത്ഥം എന്താ? ശക്തമായൊരു രാജ്യം മറ്റേതെങ്കിലും ഒരു അയൽ രാജ്യത്തെ, സാമാന്യം താരതമ്യേന ദുർബലമായ അയൽ രാജ്യത്തെ ആക്രമിക്കുന്നു, കുറച്ച് ഭൂമി കൈവശപ്പെടുത്തുന്നു. എന്നിട്ട് അമേരിക്ക നാടകീയമായി രംഗത്ത് വരികയാണ്. ശക്തമായ രാജ്യത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, യുദ്ധം വെടിനിർത്തൽ ലൈൻ, ഇപ്പം ലൈൻ ഓഫ് കൺട്രോൾ, ഇപ്പോഴത്തെ ആക്ച്വൽ കൺട്രോൾ, യഥാർത്ഥ നിയന്ത്രണ രേഖ രാജ്യാന്തര അതിർത്തിയായി അങ്ങോട്ട് അംഗീകരിച്ചുകൊണ്ട് യുദ്ധം നിർത്താം, ഞങ്ങൾ ചില ഉറപ്പുകൾ നൽകാം, ഇനി നിങ്ങളെ ആക്രമിക്കില്ല, നിങ്ങളും ആക്രമിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ അമേരിക്ക ഒരു ബിസിനസ് പ്രോസ്പെക്റ്റ് കണ്ടെത്തും. ഇതെല്ലാം തന്നെ എല്ലാ കണ്ണിലും, ഇപ്പം തന്നെ വെസ്റ്റ് ഏഷ്യയിൽ ഈ ഇസ്രയേലിനെ അധികം സ്നേഹിക്കുന്നത് കൊണ്ടോ പലസ്തീനിയൻ കോസ്റ്റിന് അനുകൂലമായതുകൊണ്ടോ അല്ലല്ലോ. അവിടെ ട്രംപിന് ഏതെങ്കിലും രീതിയിൽ ഇത് റിവിയറ സ്ഥാപിക്കാൻ കഴിയുകയും, ഇവിടെ ഗാസയിൽ അതിൽ നിന്ന് എന്തെങ്കിലും ആദായം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്താൽ നല്ലത്. ഇനി കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കുമ്പോഴും പൂർണ്ണമായി അവസാനിപ്പിക്കില്ല. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് സാധ്യതയുണ്ട്. ആ രീതിയിൽ അർദ്ധോക്തിയിൽ എത്തി നിർത്തുകയാണ്. എന്നാൽ ഭാഗികമായിട്ടെങ്കിലും അവസാനിപ്പിക്കും. അതിൻ്റെ ബലത്തിൽ വ്യക്തിപരമായി തനിക്ക് നോബൽ സമ്മാനം, സമാധാനത്തിന് നോബൽ സമ്മാനം ട്രംപിനല്ലാതെ മറ്റാർക്കാണ് കൊടുക്കുക? ഇത്രയും യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച മഹാമല്ലനായ ട്രംപിനല്ലാതെ മറ്റാർക്കാണ് സമാധാനത്തിൻ്റെ 2026 നോബൽ സമ്മാനം കൊടുക്കുക? അവിടെയാണ് വ്യക്തിപരമായ താല്പര്യങ്ങൾ, രാജ്യത്തിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് പ്രൊജക്റ്റ് ചെയ്യുന്ന ചില താല്പര്യങ്ങൾ എല്ലാം തന്നെ ബിസിനസ് കണ്ണുകളോടെ നടത്തുന്നു. ഒന്നുകിൽ മെറ്റീരിയൽ ബെനിഫിറ്റാണ്, അല്ലെങ്കിൽ മിനറൽസ്, മെറ്റൽസ്, മറ്റു കാര്യങ്ങൾ ബെനിഫിറ്റാണ്, അല്ലെങ്കിൽ ആയുധ കച്ചവടം എന്ന ഉദ്ദേശം. അല്ലാതെ ഉദ്ദേശ ലക്ഷ്യങ്ങളില്ലാതെ ഒരു സമാധാന പ്രക്രിയയ്ക്കും അമേരിക്ക ഇല്ല എന്ന് നിസ്സംശയം പറയാം. ഈ ഡീലിൽ യുക്രൈൻ്റെ വാദങ്ങൾക്ക് ഇനി സ്പേസ് ഉണ്ടോ? എന്താണ് യുക്രൈൻ്റെ അവസ്ഥ എന്നാണ് അങ്ങ് കരുതുന്നത്? അവർ ഫോഴ്സ് ചെയ്യപ്പെടുമോ? അതോ ഇത്രയും നാൾ പോരടിച്ച് നിന്നു, ഇത്രയും വമ്പനായ ഒരു റഷ്യയോട് പൊരുതി നിന്ന സെലൻസ്കി ഇനി ഈ കാര്യത്തിലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുമെന്ന് അങ്ങ് തോന്നുന്നുണ്ടോ? സെലൻസ്കിയുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. വൊലോദിമിർ സെലൻസ്കി എന്ന ഉക്രൈനിയൻ പ്രസിഡന്റിൻ്റെ മുമ്പിൽ. ഒന്ന്, ഏതായാലും അമേരിക്ക കൈവിടും എന്ന് ഉറപ്പായി, ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അല്ലെങ്കിൽ നാളെ ഒരു പുനർവിചിന്തനം ഉണ്ടാക്കണം ട്രംപിൻ്റെ മനസ്സിൽ. ട്രംപ് ആയതുകൊണ്ടൊന്നും ചിന്തിക്കാനൊക്കെ ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പറയുന്നത് നാളെ ട്രംപ് തിരിച്ചു പറഞ്ഞാൽ നമ്മൾ വീണ്ടും അവലോകനം ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിലയിൽ ഉക്രൈൻ പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ല. ആകെ ഉള്ളത് വൊലോദിമിർ സെലൻസ്കിക്ക് പറയാം, ലുക്ക്, യു ഹാവ് ഇലക്റ്റഡ് മീ ആസ് ദ പ്രസിഡൻറ്റ്. എനിക്ക് ഒരു ഊഴം കൂടി തരണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ പുറത്തു പോകണോ വേണ്ടായോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ പറയുന്നു, ഈ പ്രക്രിയ, സമാധാന പ്രക്രിയ, ഉടമ്പടി ഒപ്പിട്ട് കഴിഞ്ഞാൽ 100 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. അതും അമേരിക്കയാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഈ രാജ്യത്ത് എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഇതൊരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. മറ്റൊരു രാജ്യം എപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് തീരുമാനിക്കണോ? 2, ഞാൻ രാജിവെക്കണമെങ്കിൽ രാജിവെക്കാം, പക്ഷേ ഈ ടെറിറ്റോറിയൽ ട്രാൻസ്ഫർ ഞാൻ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ നടക്കില്ല. എൻ്റെ ഡെഡ് ബോഡിയുടെ മുകളിൽ കൂടി മാത്രമേ അത് നടക്കൂ. അങ്ങനെയുള്ള വമ്പ് പറച്ചിലുകൾ ചെയ്യാം. അതൊരു ഓപ്ഷനാണ്. സെലൻസ്കിക്ക് രാജിവെക്കാം, പുതിയൊരു ഭരണകൂടം വരട്ടെ. സെലൻസ്കിക്ക് വീരനായക പരിവേഷം അവിടെ കിട്ടും, ജീവിതത്തിൽ വലിയ വീരനായക പരിവേഷം കിട്ടും. പക്ഷേ സെലൻസ്കി ഇപ്പോൾ ദുർബലനായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിനെതിരെ $100 മില്യൺ ഒരു അഴിമതി ആരോപണം, ചില കച്ചവട ഡീലുകളുമായി, ചില സൈപ്രസുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ, ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉൾപ്പെടെ. അതിൻ്റെ പിന്നിൽ അമേരിക്കയാണോ, അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ശക്തികളാണോ? അത് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനും ഒരു അഴിമതി രഹിത പ്രതിച്ഛായ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ഫോഴ്സ് ടു സൈൻ ദിസ് പാക്ട്. എനിക്ക് തോന്നുന്നു, കാരണം അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ അഴിമതി കേസിൻ്റെ പുറത്ത് അതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടും, യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ്. ഇവിടെയാണ് ഒന്നും ചെയ്യാനാവില്ല. ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് വ്യക്തിപരമായ ഒരു ഇതാണ്. ഇപ്പം സെലൻസ്കിക്ക് രാജിവെച്ച് പോയി കഴിഞ്ഞാൽ വിചാരണ നേരിടേണ്ടി പുതിയൊരു ഭരണകൂടം, അത് അമേരിക്കൻ അനുകൂല ഭരണകൂടമായിരിക്കും. യൂറോപ്യൻ യൂണിയൻ ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ, ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഓപ്ഷൻ, ഹി ക്യാൻ മേക്ക് എൻ അപ്പീൽ ടു ദി യൂറോപ്യൻ യൂണിയൻ. ഞങ്ങൾ
ഒരുപക്ഷെ ഈ ഡീലിൽ ഒപ്പിടേണ്ടി വന്നേക്കാം. ഇന്ന് ഞങ്ങൾ, നാളെ നിങ്ങളുടെ ടെറിട്ടറി. ഇപ്പോൾ അമേരിക്ക ഉറപ്പ് പറയുന്നു. ആ ഉറപ്പ് കുറുപ്പിൻ്റെ ഉറപ്പ് പോലെ ഇരിക്കും. അത് പാലിക്കപ്പെട്ടില്ല എങ്കിൽ നാളെ പോളണ്ട് ആക്രമിച്ചേക്കാം റഷ്യ, നാളെ ഹംഗറി ആക്രമിച്ചേക്കാം, ഇനി ഫ്രാൻസോ ജർമ്മനിയോ ആക്രമിക്കപ്പെട്ടേക്കാം. അമേരിക്ക ഉറപ്പായി വരുമെന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ അമേരിക്ക അപ്പോഴും കണ്ടീഷൻസ് വയ്ക്കും. പിടിച്ചെടുത്തത് പിടിച്ചെടുത്തു, ബാക്കി കാര്യം നമ്മൾ സംരക്ഷിക്കാം എന്നാണ് പറയുന്നതെങ്കിലോ. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളോട് ഒരു അപ്പീൽ, അതൊന്ന്. രണ്ട്, അതാണ് നെയ്റ്റോ. നെയ്റ്റോ ആണ് ഇമ്മീഡിയറ്റ്. എന്തിനാണ് നെയ്റ്റോ നിലനിർത്തുന്നത് എനിക്കറിയില്ല. 1990 ശേഷം എന്തിനാണ് നെയ്റ്റോ? നെയ്റ്റോ ശീതയുദ്ധത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് അല്ലേ. വാൾസോ പാക്ട് പിരിച്ചുവിട്ടു. കിഴക്കൻ യൂറോപ്പിൻ്റെ റഷ്യയുടെ നേതൃത്വത്തിൽ വാൾസോ, പോളണ്ട് തലസ്ഥാനമായ വാൾസോ കേന്ദ്രീകൃതമായ സൈനിക പാക്ട് പിരിച്ചുവിട്ടു. എന്തുകൊണ്ട് നെയ്റ്റോ പിരിച്ചുവിട്ടില്ല? റഷ്യ ഒരു ശക്തിയല്ല. ചിതറിപ്പോയി കഴിഞ്ഞാൽ റഷ്യയും യൂറോപ്പും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നെയ്റ്റോ നിലനിർത്തിയത് അമേരിക്കയുടെ ആ മേഖലയിലെ ആധിപത്യം. മറ്റ് രാജ്യങ്ങൾ, നെയ്റ്റോ ആണല്ലോ ഗൾഫ് വാർ 1, 2 ഇതിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും സഹായിച്ചത്. അതുകൊണ്ട് നെയ്റ്റോയുടെ പ്രസക്തി വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ അമേരിക്ക കച്ചവട കണ്ണോടുകൂടിയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ ഈ ബിഗ് 3ക്ക് വേണമെങ്കിൽ നിർണായക ഒരു തീരുമാനമെടുക്കാം. ബിഗ് 3 എന്ന് പറയുന്ന ഒരു മുന്നണിയാണ് യൂറോപ്പിലെ. അതായത് ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ജർമ്മനി. അതാണ് പടിഞ്ഞാറൻ യൂറോപ്പിലെ മഹാശക്തികൾ. മുൻകാലത്ത് വൻ ശക്തികളായിരുന്നു, ഇപ്പോൾ അമേരിക്കയുടെ തണലിലാണ്. ആ തണലിൽ നിന്നും ഈ ബിഗ് 3 മോചിതമാകുമോ, മുന്നോട്ട് വരുമോ, കർശനമായി അവർക്കൊരു തീരുമാനമെടുക്കാനാകുമോ? അത് മാർക്കറ്റുമായി ലിങ്ക് ചെയ്ത് യൂറോപ്യൻ യൂണിയൻ കട്ടക്കൊരു നിലപാടെടുക്കുക. അമേരിക്കയുമായിട്ടുള്ള ബന്ധം പരിമിതമാക്കുകയും ട്രാൻസ് അറ്റ്ലാന്റിക് അലയൻസ് ഒന്നും ഇവിടെ വേണ്ട, ജെനുവിൻലി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ഗ്ലോബൽ ഇക്കോണമി. അതിനായി ഞങ്ങളിതാ G20 സജീവമാകാൻ പോകുന്നു. ഞങ്ങളിതാ ബ്രിക്സ് വ്യാപിപ്പിക്കുമ്പോൾ, ബ്രിക്സിലേക്ക് കടക്കാനാവില്ല, കാരണം ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെയാണ്. എങ്കിൽ പോലും വിതരണാത്മകമായ ഒരു ക്രമം എന്ന നിലയിൽ G20 ഇതെല്ലാം ഉണ്ട്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുമുണ്ട്, ഇന്ത്യയും ചൈനയും റഷ്യയുമുണ്ട്. ആ രീതിയിൽ മാറുകയും ഒക്കെ ചെയ്താൽ, അങ്ങനൊരു ചിന്ത സെലൻസ്കിക്ക് വേണമെങ്കിൽ യൂറോപ്യൻ യൂണിയനോട് സംസാരിക്കാം. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ, ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിന്ത, യൂറോപ്യൻ യൂണിയൻ പറയുന്നു 27-ാം തീയതി ഒരു ഡീൽ ഒപ്പിടണം എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. We want to renegotiate. Geneva becomes the epicenter of radical, volatile diplomatic maneuvers. അതിൽ അമേരിക്കൻ പ്രതിനിധികൾ വരും, ഉക്രൈൻ പ്രതിനിധികൾ വരും, യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധികളും വരും. യൂറോപ്പിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമേ തീർച്ചയായും ഈ ഡീൽ നടപ്പാക്കാനൊക്കൂ. അതുകൊണ്ട് ഇപ്പോൾ യൂറോപ്പ് സൈലൻറ്റ് പങ്കാളികളാണ്. അതുകൊണ്ട് യൂറോപ്പിൻ്റെ കൂടെ ഒരു എൻഡോഴ്സ്മെൻറ്റ് വേണം എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ശഠിക്കാം. കാരണം സ്റ്റാർട്ട് 1, സ്റ്റാർട്ട് 2 ഇതെല്ലാം പുതുക്കുകയാണ്. സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ടോക്സ്, ഇത് കോംപ്രിഹെൻസീവ് ആണെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, സ്റ്റീവ് വിറ്റ്കോഫും ദിമിട്രിയേവും കൂടെ തീരുമാനിച്ചാൽ പോരല്ലോ. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തീരുമാനിക്കാൻ അവസരം വേണം. യൂറോപ്പിനെ സമൃദ്ധമായി തങ്ങളുടെ പക്ഷത്തെ കൊണ്ടുവരികയും അമേരിക്കയുമായി ഒരു സമദൂരം പാലിക്കുകയും ചെയ്യാൻ യൂറോപ്യൻ രാജ്യങ്ങൾ മുതിർന്നാൽ ട്രംപിന് മാറി ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ടെറിട്ടോറിയൽ ട്രാൻസ്ഫർ ഇല്ലാതെ, അല്ലെങ്കിൽ ഭാഗികമായെങ്കിലും, പരമാവധി നടക്കുന്നത് എന്താണ്? ക്രൈമിയ, മുൻപ് കൈയടക്കിയ ക്രൈമിയ റഷ്യയുടേതായി അംഗീകരിച്ച് കൊടുക്കുക. മറ്റ് കാര്യങ്ങൾ 2022 ഫെബ്രുവരിയിൽ റഷ്യൻ സൈന്യങ്ങൾ യുക്രൈനിലേക്ക് കയറുന്നതിന് മുൻപുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കുക. ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. മറ്റുറപ്പുകൾ കൊടുക്കാം. ഒരുപക്ഷെ യുദ്ധമില്ലാ കരാർ, നെയ്റ്റോ അംഗത്വം എടുക്കില്ല, അതൊക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ റഷ്യയുടെ ആസ്തികൾ മരവിപ്പിച്ചത് റിലീസ് ചെയ്യുക, റഷ്യക്ക് G8 അംഗത്വം കൊടുക്കുക, ഇതൊക്കെ ചെയ്യാം. റഷ്യയെ സന്തോഷിപ്പിച്ച് നിർത്താൻ അതൊക്കെ മതിയാകും. പുട്ടിനും മുഖം രക്ഷിക്കാനുള്ള അവസരം. ഇത് പുട്ടിൻ ആഗ്രഹിച്ച എല്ലാം അതിനേക്കാൾ കൂടുതലായി നൽകുന്ന ഒരു കരാറാണ്. അത് യൂറോപ്പിൻ്റെ അംഗീകാരത്തോടെ നടപ്പാക്കിയാൽ ആത്മഹത്യാപരമായിരിക്കും. യെസ്, ഇതിപ്പോൾ അങ്ങ് പറഞ്ഞു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിൽ നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ തെറ്റായ ഒരു കീഴ്വഴക്കത്തിൻ്റെ തുടക്കമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓടി നടന്ന് നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായി ട്രംപും US ഒക്കെ മാറും. മുടക്കുമുതലില്ലാതെ. അതെ, അത് മുടക്കുമുതൽ, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, മൂലധനം വേണ്ടേ? എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും ഈ ഡിപ്ലോമസി ഒരു ബിസിനസ് ആകുമ്പോൾ അവിടെ മൂലധനമില്ലല്ലോ. അതെ, അത് എന്ത് മൂലധനമാണുള്ളത്? മറ്റുള്ളവരുടെ ടെറിട്ടറി, അതിന്മേലാണ് നെഗോസിയേഷൻ. അമേരിക്കയ്ക്ക് ഒരു കാശിന് ചിലവില്ല, നേട്ടം മുഴുവൻ അമേരിക്കയ്ക്ക് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു ബിസിനസ് മോഡൽ അത് അനുവദനീയമാണോ? അത് ലോകരാജ്യങ്ങൾ ഇപ്പോൾ കയ്യും കെട്ടി നിന്നാൽ, ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ കയ്യും കെട്ടി നിന്നാൽ എങ്ങനെ നാളെ ചൈന അയൽ രാജ്യത്തെ ആക്രമിക്കുന്നു, വിയറ്റ്നാമിനെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ ആക്രമിക്കുന്നു, ഒരു ഭാഗം കൈവശപ്പെടുത്തുന്നു എങ്കിൽ സന്ധി സംഭാഷണം നടക്കുന്നു. അമേരിക്ക പറയുകയാണ് പോയത് പോയി,
ബാക്കിയുള്ളത് നിങ്ങൾ നിലനിർത്തുക, ഞങ്ങൾ സംരക്ഷണം തരാം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കേണ്ടി വരില്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബലവാന്റെ ലോകമല്ല ലോകം, ഒരു വിതരണാത്മകമായ കാര്യമാണ്. അവിടെയാണ് യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെ മരിച്ചുപോയി. യുണൈറ്റഡ് നേഷൻസ് ഇവിടെ മരിച്ചിരിക്കുന്നു. അതിന്റെ പ്രസക്തിയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രസക്തിയില്ല. എവിടെയാണെന്ന് ആർക്കും അറിയാൻ സാധിക്കുന്നില്ല. യു എൻ എവിടെയുണ്ട് എന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ യു എന്നിൻ്റെ പ്രസക്തി എന്തെന്ന് ചോദിക്കുകയാണ്. പക്ഷേ മറ്റൊന്ന്, എന്തായാലും നമ്മളിപ്പോൾ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയൊരു സൂചനയിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതായത് എൻ്റെ മനസ്സിലൊരു കൺസേൺ ആണ്, എൻ്റെ ഒരു ആശങ്കയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഈ ധാതുക്കളുടെ എല്ലാം തന്നെ കലവറ. അതിനൊപ്പം തന്നെ തൊട്ടടുത്ത് ഇന്ത്യ നിൽക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പഴയതുപോലെ അത്ര നല്ല രസത്തിലല്ല. അസിം മുനീറിന് അവിടുത്തെ രാഷ്ട്രത്തിൻ്റെ ഭരണത്തിലേക്ക് അവരോധിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള സൂചനകൾ വരുന്നു. അപ്പോൾ അമേരിക്ക എവിടെ നിന്നോ പറന്നിറങ്ങും എന്ന് ഞാൻ മണക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ. അത് പൂർണ്ണമായി, ആ ചിന്ത പൂർണ്ണമായി അസ്ഥാനത്തല്ല. അമേരിക്ക ഈസ് സീയിങ് പാകിസ്ഥാൻ ഇൻ എ ന്യൂ ലൈറ്റ്. ഇന്നലെ വരെ കണ്ട കണ്ണുകളിലല്ല അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനെ കാണുന്നത്. അനന്തമായ സാധ്യത. ഇന്ത്യ അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പക്ഷേ സമഗ്രമായ വ്യാപാര കരാർ ഉണ്ടായേക്കാം. എങ്കിൽ പോലും ഇന്ത്യയുടെ ഇച്ഛാശക്തി അമേരിക്ക മനസ്സിലാക്കുന്നു. ഇന്ത്യ ഒരു പുഷ് ഓവർ അല്ല. പക്ഷെ പാകിസ്ഥാൻ അങ്ങനെയല്ല. പാകിസ്ഥാനെ അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ ടൈലർ മെയ്ഡായിട്ട് കൊണ്ടുപോകാം. അതിനൊരു ജനാധിപത്യ ഭരണകൂടം അല്ല വേണ്ടത്, ഒരു മിലിറ്ററി ജുണ്ട തന്നെയാണ്. അങ്ങനെയെങ്കിൽ അസിം മുനീറിനെ ഇപ്പോൾ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തി, ഇപ്പോൾ സർവ്വ സൈന്യാധിപനാക്കി. കരസേന, നാവികസേന, വ്യോമസേനയുടെ സംയുക്ത തലവനായി ഇന്റേണൽ ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റിയെടുക്കുന്നു. അടുത്തത് ഒരുപക്ഷെ പ്രസിഡന്റ് സ്ഥാനം, എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് സ്ഥാനം സിയാഉൽ ഹക്ക് ഇരുന്നത് പോലെ, അയൂബ് ഖാൻ ഇരുന്നത് പോലെ ഒരുപക്ഷെ ഇദ്ദേഹവും ഒരു പ്രസിഡന്റായി വന്നേക്കാം. നേരിട്ട് അവിടെ കച്ചവടം നടക്കും. അതുമാത്രമല്ല, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചേർന്നുകൊണ്ട് പാകിസ്ഥാനെ സാൻഡ്വിച്ച് ചെയ്യുന്നു എന്നൊരു ചിന്തയുണ്ട്. പാകിസ്ഥാൻ്റെ മിനറൽസും പാകിസ്ഥാനിലൂടെ അഫ്ഗാനിസ്ഥാനിൽ ആ പ്രദേശത്തൊരു സാന്നിധ്യം, അമേരിക്ക സൈനിക സാന്നിധ്യം, സൈനിക പങ്കാളിത്തം മാത്രമല്ല നേരിട്ടുള്ള സൈനിക സാന്നിധ്യം അമേരിക്കയുടേത് ഇന്ത്യയിൽ ഉണ്ടാവില്ല. അഫ്ഗാനിസ്ഥാനിലും ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഇപ്പോൾ. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനാണ് അമേരിക്കയുടെ ഏറ്റവും നല്ല പങ്കാളി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ കിഴക്ക് ബംഗ്ലാദേശിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ്റെ പ്രേരണ കൂടി കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ ഹൈപ്പർ ആക്റ്റീവ് ആയതും ഭരണമാറ്റമുണ്ടായതും ഇന്ത്യക്കെതിരെ തിരിയുന്നതും. ഇപ്പോൾ ഇതാ ഷെയ്ഖ് ഹസീനയുടെ വിഷയം ഇത്രയും വോളറ്റൈലായി മാറിയതിൻ്റെയും ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതും ഇന്ത്യക്ക് കത്തയച്ചിരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കണം. ഇൻഡയറക്ട്ലി ജമാഅത്തെ ഇസ്ലാമിയും US തമ്മിൽ ചേരില്ല എന്നറിയാം. പക്ഷേ ശത്രുവിന്റെ ശത്രു മിത്രം. ഇവിടെ നേരിട്ടല്ല ഈ പങ്കാളിത്തം ഒന്നും തന്നെ. പക്ഷേ ബംഗ്ലാദേശിൽ വരുന്ന ഭരണമാറ്റം അമേരിക്കയുടെ മുൻ അഡ്മിനിസ്ട്രേഷൻ ജോ ബൈഡന്റെ അനുഗ്രഹാശിസുകളോടെ തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് അതിനെ എൻഡോഴ്സ് ചെയ്യുന്നു. ഇന്ത്യ ചിന്തിച്ചു ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ മാറിയില്ലല്ലോ. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ എന്നത് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. ഇപ്പോൾ ഇന്ത്യയെ പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് ചെരുക്കാൻ നോക്കുമ്പോൾ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനോട് ചെരുക്കാൻ നോക്കുന്നു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ നിരന്തരമായി നടക്കുന്ന സ്ഫോടനങ്ങൾ, പാക് താലിബാൻ്റെ PTI, പാക് താലിബാൻ, തെഹ്രീക്കെ താലിബാൻ ആക്രമണങ്ങൾ, അതിൻ്റെ പിന്നിൽ ഇന്ത്യയുടെ കരങ്ങളാണ്. അഫ്ഗാനിസ്ഥാനിലൂടെ പാകിസ്ഥാനിൽ പ്രശ്നമുണ്ടാക്കാൻ, ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലും പ്രശ്നമുണ്ടാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്ന നറേറ്റീവ് പാകിസ്ഥാൻ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. യെസ്, തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് ഈ ഒരു വിഷയത്തിൽ ലാൻഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അവിടെ എവിടെയെങ്കിലും ഒരു കേന്ദ്ര താവളം ഉണ്ടാക്കാൻ പാകിസ്ഥാനിലൊരു ശക്തമായ ഒരു താവളം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ നിരീക്ഷിക്കാൻ സാധിക്കും. ഇറാൻ, അതാണ് ഞാൻ പറയാൻ വന്നത്. ഇറാൻ എന്ന ആ ഒരു ശക്തിയെയും അവർക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ അടുത്ത് തന്നെ ഒരു താവളം അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഒപ്പം ചൈന അടുത്തുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവരായി പാകിസ്ഥാനെ മാറ്റിക്കഴിഞ്ഞാൽ ഗുണം ഒട്ടേറെയാണ്. ചൈനയുടെ ഗ്രിപ്പിൽ നിന്നും പാകിസ്ഥാനെ മോചിപ്പിക്കുക എന്ന ഗൂഢമായ ഉദ്ദേശം ഉണ്ടാവും. അതെ, കാരണം ചൈനീസ് ആയുധങ്ങളാണ് പാകിസ്ഥാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. അത് മാറി അമേരിക്കൻ ആയുധങ്ങളിലേക്ക് മുൻകാലത്തേതുപോലെ പാകിസ്ഥാൻ തിരിഞ്ഞുകൂടായികയില്ല. അതിന് അസിമുനോട് അവിടെ ഉണ്ടാവണം. അല്ലാതെ പാകിസ്ഥാൻ ജനതയ്ക്ക് അങ്ങനെ അമേരിക്ക പ്രേമമൊന്നുമില്ല. അതുകൊണ്ട് ആ രീതിയിൽ അമേരിക്ക എല്ലാം കച്ചവടം, ഈ ആയുധ കച്ചവടം, അല്ലെങ്കിൽ മിനറൽസ്, അതുമല്ലെങ്കിൽ സ്ട്രാറ്റജിക് ലൊക്കേഷൻ, ഈ ലൊക്കേഷണൽ അഡ്വാൻറ്റേജ്, ഇതെല്ലാം തന്നെ അമേരിക്ക ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ചബഹാർ എന്നത് മാറി പസ്നി എന്നതിലേക്ക് താവളം മാറാനുള്ള സാധ്യതയാണുള്ളത്. ചൈന ആകെ അങ്കലാപ്പിലാണ്. ഇത്രയും തുക പാകിസ്ഥാനിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ ഉൾപ്പെടെ
പക്ഷേ ആ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ അവതാളത്തിലാകുമോ, മുടക്കിയ മുതൽ തിരിച്ചു കിട്ടുമോ, ചൈനയും ആശങ്കയിലാണ്. മാത്രമല്ല അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനിലെ നമ്മുടെ ചബഹാർ പോർട്ടിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനർത്ഥം ചബഹാറിൽ നിന്നും ലാൻഡ് ലൈനായി റെയിൽവേ മുഖേന അഫ്ഗാനിസ്ഥാനിലെത്തുന്ന പാത ഇറാനും അഫ്ഗാനിസ്ഥാനും പ്രയോജനകരമാകുന്ന ഇന്ത്യയുടെ പ്രോജക്റ്റാണ്. അതിനും തുടക്കം വെക്കാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ അമേരിക്ക ഇന്ത്യയെ ഭയക്കുന്നു എന്നല്ല, ഇന്ത്യയെ വളരെ സംശയത്തോടെ നോക്കുന്നു. ഇതാണ് അവിടെയാണ് മാറി വരുന്ന ഭൗമരാഷ്ട്രീയത്തിൽ ബിസിനസ് പ്രോസ്പെക്റ്റ് കാണുന്നു. അമേരിക്ക എന്തിലും ഏതിലും ഒരു കച്ചവടക്കണ്ണ് കാണുന്നു. സമാധാനം എന്നതൊരു ആയുധമായി, ഒരു പടച്ചട്ടയായി എടുത്തണിഞ്ഞുകൊണ്ട്, ഒരു ദൈവദൂതൻ്റെ, ഒരു സമാധാന ദൂതൻ്റെ മേലേക്ക് അണിഞ്ഞുകൊണ്ട് അമേരിക്ക പക്ക കച്ചവട കണ്ണുകളിലൂടെ ലോകത്തെ കാണുന്നു. അതാണ് ബാക്കി പത്രം. അതാണ് അമേരിക്ക അണിഞ്ഞിരുന്ന ആട്ടിൻ തോല് അകന്നു മാറിയിരിക്കുകയാണ്. ചെന്നായെ നമുക്കിപ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിലും ഏതിലും കച്ചവട കണ്ണോടെ, ചൂഷണത്തിൻ്റെ മനസ്സോടെ ആഴ്ന്നിറങ്ങുവാൻ തയ്യാറായി നടക്കുന്ന ഒരു കഴുകനെ പോലെ ട്രംപ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക അതേ രീതിയിൽ ചലിക്കുകയാണ്. അതെ, റഷ്യയെ ചൊൽപ്പടിക്ക് നിർത്താൻ തക്ക വിധത്തിലേക്ക് അവർ കരുക്കൾ നീക്കിയിരിക്കുകയാണ്. അവരുടെ അധീനതയിലേക്ക് ഉക്രൈനും സെലൻസ്കിയും വീണു പോയിരിക്കുകയാണ്. രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റു മാർഗമൊന്നുമില്ല സെലൻസ്കിയുടെ മുന്നിലേക്ക്. ഈ ഉടമ്പടിയിൽ ഒപ്പിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് കാരാഗ്രഹവാസമായിരിക്കും. ഒപ്പിട്ടാൽ മാത്രമേ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഒരു സഹായവും ഇല്ലാത്തൊരവസ്ഥ. ഇനി യൂറോപ്യൻ യൂണിയൻ മാത്രമാണ് നേരിയ പ്രതീക്ഷയുടെ കണികയായി നിലകൊള്ളുന്നത്. അവർക്ക് അമേരിക്കയ്ക്ക് വിരുദ്ധമായി തീരുമാനമെടുക്കാൻ സാധിക്കുമോ? കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഒപ്പം തന്നെ നമ്മുടെ അതിർത്തിയിൽ നടക്കുന്ന സംഘർഷത്തിലേക്കും അമേരിക്ക മധ്യസ്ഥനായി ഇറങ്ങി വന്നേക്കാം, അവിടെ താവളം സ്ഥാപിച്ചേക്കാം. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ തങ്ങൾ സംശയത്തോടെ കാണുന്ന എല്ലാവരെയും വളരെ വളരെ അടുത്ത് നിരീക്ഷിക്കുവാനുള്ള അവസരവും അമേരിക്കയ്ക്ക് ലഭിക്കും. അതെ, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയുടെ ആ ആട്ടിൻ്റെ തോലിപ്പോൾ അകന്നു മാറിയിരിക്കുകയാണ്, പറന്നു പോയിരിക്കുകയാണ്. ചെന്നായെ നമുക്കിപ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.